കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടെ. പുഞ്ചിരിക്കാറ്റേ പാറും പൂമ്പാറ്റേ കുറുന്നാട്ടെ. ചക്കരമാവിൽ ചാഞ്ഞിരുന്നാട്ടെ. കിളിപ്പൂമകളെ നീയലിയും പൂന്തണലാണ്. ഇലക്കൊമ്പിളിലായി പെയ്തു തരും തേൻകുടമാണ്. അലിവോടെ തൊടും സാന്ത്വനമാണ്. ഈ ഒരു പാട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ നമുക്കെല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള ശ്രീ മോഹൻലാലിൻ്റെ പുതിയ മൂവിയായിട്ടുള്ള തുടരും എന്ന മൂവിയിലെ പാട്ടാണ്. എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. നമുക്കെല്ലാവർക്കും പാടാൻ സാധിക്കുന്ന ഒരു പാട്ടും കൂടാണ്. അപ്പം പാടാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് ഈ ഒരു ചെറിയൊരു ട്യൂട്ടോറിയൽ വളരെയധികം ഹെൽപ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം ഞാൻ വലിയൊരു പാട്ടുകാരനൊന്നുമല്ല, എന്നാലും പാടാൻ പറ്റുന്ന രീതിയിലൊക്കെ ഒന്ന് പാടി വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഈ ഒരു ഗാനം രചിച്ചിരിക്കുന്നത് BK ഹരിനാരായണനാണ്. അതേപോലെ തന്നെ പാടിയിരിക്കുന്നത് MG ശ്രീകുമാറാണ്. ഇതിന് സംഗീതം നൽകിയിരിക്കുന്നത് ജെയ്ക്സ് ബിജോയാണ് അല്ലെ. അപ്പോൾ ഈ ഒരു പാട്ടിനെ പറ്റി, ഈ ഒരു പാട്ട് എങ്ങനെ പാടാം, ഈ ഒരു ആദ്യത്തെ ഒരു ഭാഗം മാത്രം എങ്ങനെ പാടാം, ഒരു ഫസ്റ്റ് ഒരു അറ്റംപ്റ്റ് എന്ന നിലയ്ക്ക് ഈ ഒരു ഫസ്റ്റ് പാർട്ട് എങ്ങനെ പാടാം എന്നുള്ളത് മാത്രം, പല്ലവി എങ്ങനെ പാടാം എന്നുള്ളത് മാത്രം നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഈ ഒരു വീഡിയോയിലൂടെ. എല്ലാവരും വീഡിയോ മുഴുവൻ കാണുക, ഇതിൻ്റെ കൂടെ തന്നെ പാടാനായിട്ടും ശ്രമിക്കുക. കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ. അപ്പൊ നമുക്ക് നിർത്തി ഒന്ന് പാടി നോക്കാം. ഓക്കെ. കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ. കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ. നിങ്ങളൊന്ന് പാടി നോക്കുക. ഓക്കെ, നിങ്ങളൊന്ന് പാടി നോക്കിയെന്ന് വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഒന്ന് പാടി നോക്കിയതിന് ശേഷം ഇപ്പം ഏകദേശം ഒരു അലൈൻഡ് ആയി കാണുമല്ലോ നമ്മൾ ആ ഒരു ട്യൂണുമായിട്ട് അല്ലേ. കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടെ. അടുത്ത വരി മുറ്റമിതാകെ പൂത്തു നിന്നാട്ടെ എന്നാണ്. അപ്പം അതും ഒന്ന് ആ ഒരു ട്യൂണിൽ തന്നെ അലൈൻ ചെയ്തൊന്ന് പാടാൻ ശ്രമിക്കുക. മുറ്റമിതാകെ പൂത്തു നിന്നാട്ടെ. മുറ്റമിതാകെ പൂത്തു നിന്നാട്ടെ. ഓക്കെ, നമുക്ക് രണ്ട് വരികളൊന്ന് പാടി നോക്കാം. കൂടെ പാടിക്കൊള്ളുക. കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടെ. ഇനി അടുത്ത വരി ഒന്ന് പാടി നോക്കാം. പുഞ്ചിരിക്കാറ്റേ പാറും പൂമ്പാറ്റേ കുറുന്നാട്ടെ. ചക്കരമാവിൽ ചാഞ്ഞിരുന്നാട്ടെ. സെയിം ആണ്, നമ്മൾ ആദ്യം പാടിയത് അതേ ഒരു ടൂണിൽ തന്നെയാണ് ഈ രണ്ടാമത്തെ ഒരു ഭാഗവും പോകുന്നത്. അപ്പം അതേ ഒരു ടൂണിൽ തന്നെ, ആ ഒരു ടൂൺ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ പാടിയാൽ മതി. പുഞ്ചിരിക്കാറ്റേ പാറും പൂമ്പാറ്റേ കുറുന്നാട്ടെ. ചക്കരമാവിൽ ചാഞ്ഞിരുന്നാട്ടെ. പുഞ്ചിരിക്കാറ്റേ പാറും പൂമ്പാറ്റേ കുറുന്നാട്ടെ. ചക്കരമാവിൽ ചാഞ്ഞിരുന്നാട്ടെ. ഓക്കെ, അപ്പൊ ആ 4 വരികൾ നമുക്കൊന്ന് പാടി നോക്കാം. കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടെ. പുഞ്ചിരിക്കാറ്റേ പാറും പൂമ്പാറ്റേ കുറുന്നാട്ടെ. ചക്കരമാവിൽ ചാഞ്ഞിരുന്നാട്ടെ. ഇനി ഒരു ട്യൂണ് ജസ്റ്റ് ഒന്ന് അപ്പാവുന്നുണ്ട്. അതിൻ്റെ ഒരു പിച്ച് പോലും ചെറുതായിട്ടൊന്ന് അപ്പാവുന്നുണ്ട്. നമ്മൾ കുറച്ചും കൂടെ ഒരു വോയിസ് ഇട്ട് പാടേണ്ടതായിട്ട് വരും ആ ഒരു ഭാഗം. കിളിപ്പൂമകളെ നീലിയും പൂന്തണലാണ്. എങ്ങനെയാണ്? കിളിപ്പൂമകളെ നീലിയും പൂന്തണലാണ്. കിളിപ്പൂമകളെ നീലിയും പൂന്തണലാണ്. അടുത്ത ഭാഗം.
ഇലക്കുമ്പിളിലായി പെയ്തു തരും തേൻ കുടമാണ്. അവിടെ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. ആ പാടുന്നതിന്റെ നമുക്കൊരു ഫീല് തോന്നുന്നുണ്ട് ആ ഒരു ഭാഗം വരുമ്പോഴേക്കും പാട്ടിന്റെ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് ചെറിയൊരു വ്യത്യാസം നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സൗണ്ടിൽ നമ്മൾ ആ ഒരു വ്യത്യാസം കാണിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ സംഗതി വരിക എന്നൊക്കെ പറയും അല്ലെ. അപ്പൊ അങ്ങനെ ഒന്ന് ചെറുതായിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം പാടുക. കിളിപ്പൂമകളെ നീയലിയും പൂന്തണലാണ്, ഇലക്കുമ്പിളിലായി പെയ്തു തരും തേൻ കുടമാണ്. ഇലക്കുമ്പിളിലായി പെയ്തു തരും തേൻ കുടമാണ്. ഇലക്കുമ്പിളിലായി പെയ്തു തരും തേൻ കുടമാണ്. അലിവോടെ തൊടും സാന്ത്വനമാണ്. അപ്പൊ അവിടെ കൊണ്ടുവന്നൊരു അബ്രപ്റ്റ് എൻഡ് പോലെ ഒന്ന് വെക്കുകയാണ്. എങ്കിൽ മാത്രമേ അടുത്ത ഒരു ഭാഗം എടുക്കുമ്പോൾ അതിങ്ങനെ എലിവേറ്റ് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് തോന്നത്തുള്ളൂ. അപ്പൊ അതിൻ്റെ ഒരു ഫീൽ നമുക്ക് ഫുള്ളായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ, ആ ഒരു ഹൈ പിച്ചിലേക്ക് പോകുന്ന ഒരു ഫീല് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് അവിടെ കൊണ്ടുവന്നൊരു അബ്രപ്റ്റ് എൻഡ് പോലെ നിർത്തുന്നത് കൊണ്ടാണ് നമുക്ക് ആ ഒരു ഫീല് കിട്ടുന്നത്. അപ്പൊ അതൊന്നും കൂടെ ആ ഒരു ഭാഗം ഒന്ന് നമുക്ക് പാടി നോക്കാം. കിളിപ്പൂമകളെ നീയലിയും പൂന്തണലാണ്, ഇലക്കുമ്പിളിലായി പെയ്തു തരും തേൻ കുടമാണ്. അലിവോടെ തൊടും സാന്ത്വനമാണ്. ഒന്നുകൂടെ പാടുക. കിളിപ്പൂമകളെ നീയലിയും പൂന്തണലാണ്, ഇലക്കുമ്പിളിലായി പെയ്തു തരും തേൻ കുടമാണ്. അലിവോടെ തൊടും സാന്ത്വനമാണ്. അപ്പൊ ആദ്യം തൊട്ട് ഇവിടെ വരെ നമുക്കൊന്ന് പാടി നോക്കാം. കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ, മുറ്റമിതാകെ പൂത്തു നിന്നാട്ടേ. പുഞ്ചിരിക്കാറ്റേ പാറും പൂമ്പാറ്റേ കുരുന്നാട്ടേ, ചക്കരമാവിൽ ചാഞ്ഞിരുന്നാട്ടേ. കിളിപ്പൂമകളെ നീയലിയും പൂന്തണലാണ്, ഇലക്കുമ്പിളിലായി പെയ്തു തരും തേൻ കുടമാണ്. അലിവോടെ തൊടും സാന്ത്വനമാണ്. ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ ആ ഒരു ഭാഗം ഒന്നുകൂടെ ഒന്ന് പാടി നോക്കുക. അത്രയും ഭാഗം ഒന്ന് പാടി നോക്കുക. ഇനി അടുത്തൊരു ഭാഗം വരുന്നത് കുറച്ച് എലിവേറ്റ് ചെയ്താണ് പോകുന്നത്. ആ ഒരു ഭാഗം ഒരു ഹൈ പിച്ചിലേക്ക് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് സ്ട്രെയിൻ ചെയ്ത് പാടേണ്ടതായിട്ടൊരു ഭാഗമാണ് വരുന്നത്. അലിവോടെ തൊടും സാന്ത്വനമാണ്. ഇതിലെ വാ ഇതിലെ വാ കനവിലെ ചിറകുമായി, പകലിലെ വഴികളിൽ വെയിലു പോലലയുവാൻ. ഓക്കെ, കുറച്ച് എന്താ പറയുക, കുറച്ച് നമ്മൾ എന്താ പറയുക ഒരു ഹൈ പിച്ചിലേക്ക് പാടി പോകേണ്ട ഒരു പോർഷനാണ്. അതാണ് അതിൻ്റെ ഒരു സൗന്ദര്യം. ഈ ഒരു പാട്ടിനെ അത്രത്തോളം അട്രാക്റ്റീവ് ആക്കുന്നത് ഈ ഒരു ഭാഗം കൂടെ തന്നെയാണ്. അപ്പം നമുക്ക് അവിടെ തൊട്ട് ഒന്നുകൂടെ പാടി നോക്കാം. കിളിപ്പൂമകളെ നീയലിയും പൂന്തണലാണ്, ഇലക്കുമ്പിളിലായി പെയ്തു തരും തേൻ കുടമാണ്. അലിവോടെ തൊടും സാന്ത്വനമാണ്. ഇതിലെ വാ ഇതിലെ വാ കനവിലെ ചിറകുമായി, പകലിലെ വഴികളിൽ വെയിലു പോലലയുവാൻ. കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ, മുറ്റമിതാകെ പൂത്തു നിന്നാട്ടേ. എങ്ങനെയാണ് ആ ഒരു പാട്ട് മുഴുവനായിട്ട് പോകുന്നത്? അപ്പൊ നമുക്ക് ആ ഇതിലേവ ഒന്നുകൂടെ ഒന്ന് പാടി നോക്കാം. 1-2-3 പ്രാവശ്യം നന്നായിട്ട് പാടിയാലേ നമുക്ക് ആ ഒരു ഭാഗം ഒന്ന് ക്ലിയർ ആയിട്ട് വരത്തുള്ളൂ. അപ്പൊ ഒന്നുകൂടെ പാടാം. ഇതിലെ വാ ഇതിലെ വാ
കനവിലെ ചിറകുമായി പകലിലെ വഴികളിൽ വെയിലു പോലലയുവാൻ. ഓക്കെ, ആ ഒരു ഭാഗം ഒന്ന് പോസ് ചെയ്ത് നിങ്ങൾ തന്നെ ഒന്ന് പാടി നോക്കുക. കാരണം ആ ഒരു ഭാഗം കുറച്ച് ഹൈ പിച്ചിലേക്ക് പോകുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് നമ്മൾ ആ ഓരോ പാർട്ടും ഇതിലേവ ഒന്ന് ആദ്യം പാടി നോക്കുക, അതിനുശേഷം അടുത്ത ഇതിലേവ പാടി നോക്കുക. ചെറിയൊരു വ്യത്യാസമുണ്ട്, ഓരോ ഇതിലേവ തമ്മിലും ഒരു വ്യത്യാസമുണ്ട്. അത് നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലാവും. ഇതിലേവാ ഇതിലേവാ കനവിലെ ചിറകുമായി പകലിലെ വഴികളിൽ വെയിലു പോലലയുവാൻ. പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരു കാരണവശാലും എം ജി ശ്രീകുമാർ പാടിയ പോലെ പാടി വെക്കാൻ പറ്റില്ല. അപ്പം നമ്മളെല്ലാവരും നമ്മുടെ ആ ഒരു പരിമിതികളിൽ നിന്നും നമ്മളുടെ ഒരു ടാലന്റിന്റെ ലെവലിൽ നിന്നും ഒക്കെ ആയിരിക്കും നമ്മൾ പാടുന്നത്. അപ്പം നമുക്കറിയാലോ നമ്മളുടെ ഒപ്റ്റിമം നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ, നമ്മളുടെ ഒരു എന്താ പറഞ്ഞ ആ ഒരു എഫേർട്ട് നമുക്ക് ഇടാൻ പറ്റുന്നുണ്ടോ, അത് മാക്സിമം നമ്മൾ ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മാത്രം മതി. അപ്പം എല്ലാവരും പാടുന്ന ഒരുപോലെ ആകണമെന്നില്ല. ചിലർ വളരെ പെർഫെക്റ്റ് ആയിട്ട് പാടും, ചിലർ പാടുമ്പോൾ ആ ഒരു പെർഫെക്ഷൻ ഉണ്ടാവണമെന്നില്ല. അപ്പം നമുക്ക് ഏതാണോ പറ്റുന്നത് ആ ഒരു രീതിയിൽ ഈ ഒരു പാട്ട് നമ്മളൊന്ന് പാടി പഠിക്കുക. അപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ പാടുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പല്ലവി നന്നായിട്ട് തന്നെ പാടാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് നമ്മൾ ഇനിയും ഈ ഒരു ചാനലിൽ നമ്മൾ ഇനിയും വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ മെയിൻലി പാട്ട്, നമുക്ക് ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ പാടുക, അതെങ്ങനെ പാടുക എന്നൊക്കെയുള്ള കാര്യത്തെ ബന്ധപ്പെട്ട് തന്നെ ആയിരിക്കും നമ്മൾ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഗാനം നമ്മൾ പാടണം അല്ലെങ്കിൽ നമുക്കത് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ആഡ് ചെയ്യാവുന്നതാണ്. എല്ലാ പാട്ടുകളും എന്നെയും കൊണ്ടും പാടാൻ സാധിക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഗാനങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ അതേപോലെ തന്നെ ഇതൊന്ന് പാടി നോക്കുക. നമ്മുടെ ആഗ്രഹമാണല്ലോ, നമ്മുടെ ഒരു ആഗ്രഹത്തിനനുസരിച്ച് നമുക്ക് എല്ലാവർക്കും ഒന്ന് പാടി നോക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട് ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്മളുടെ ഓരോരോ പോസ്റ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച്.